എന്താ മോളെ, നീ എന്തേലും നോക്കുന്നത്? താക്കോല് കാണുന്നില്ല അച്ഛാ. അമ്മ ഇവിടെ വെച്ചിട്ട് പോന്നാ പറഞ്ഞത്. അതിന് വീട് പൂട്ടിട്ട് അവളെങ്ങോട്ടാ പോയത്? രമേശ് മാമന്റെ കല്യാണ നിശ്ചയത്തിന്. ഓഹോ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവള് പോയില്ലേ? ഇനി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. കണ്ടോ, തുറന്നിട്ടിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ ശരി അച്ഛൻ. അപ്പൊ വീട് പൂട്ടിയിട്ടാണോ സർക്കിട്ട്? അല്ലാതെ തുറന്നു വളർത്തിയിട്ട് പോകാൻ പറ്റുമോ? താക്കോൽ എവിടെ? അയ്യോ, അവര് വന്ന തിരക്കില് ഞാൻ അതങ്ങ് മറന്നു. എന്റെ കയ്യിലുണ്ട്. മോള് വന്നിട്ട് അധികം നേരമായോ? അല്ല, സുഗുണേട്ടൻ പതിവില്ലാതെ നേരത്തെയാണല്ലോ. അവിടെ വന്നേ, ആ താക്കോലും കൊണ്ടുവാ. അപ്പൊ ഞാൻ ഓഫീസിൽ പോയ സമയം നോക്കി ഒളിച്ചു പോയിട്ട് വരാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? ഒളിച്ചു പോവേ? സുഗുണേട്ടൻ എന്താ ഈ പറയണേ? അല്ലാതെ ഞാൻ എന്ത് പറയണം? എന്റെ ഭാര്യ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കണം. ഈ തന്നിഷ്ടപ്രകാരമുള്ള ഇറങ്ങിപ്പോക്കും കയറി വരലൊന്നും ബിന്ദു ഈ വീട്ടിൽ നടക്കില്ല കേട്ടോ. അഞ്ച് സ്കൂളിൽ നിന്ന് വരും മുമ്പ് മടങ്ങി എത്തണമെന്ന് തന്നെയാ വിചാരിച്ചത്. ഗട്ടറായി ഗട്ടർ മുഴുവൻ കയറി ഇറങ്ങിയപ്പോ ഒരു അരമണിക്കൂർ വൈകി. അതിലിപ്പോ ഇത്ര ചാടിക്കടിക്കാനൊന്നുമില്ല. ഞാനിപ്പോ വന്നതേ ഉള്ളമ്മേ. താക്കോല് നോക്കുമ്പോഴാ അച്ഛൻ വന്നത്. എന്നിട്ടാണ് ഈ വിസ്താരം. നീ വാ. സാരല്ല, നിങ്ങൾ പൊയ്ക്കോ. ബിന്ദു, ബിന്ദു അവിടെ വന്നേ. സുഗുണ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? എങ്ങനെ? താൻ എന്തേ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോ അടിയന്തരമായി എഞ്ചിനീയർ വിളിപ്പിച്ചു, പോകാതെ നിവൃത്തിയില്ല എന്നൊക്കെയാണ് അവള് പറഞ്ഞത്. അല്ല, ഈ എഞ്ചിനീയർ വിളിപ്പിച്ചൊക്കെ ശരിയാണ്. അത് എനിക്ക് പിന്നെ പക്ഷെ പോകുമ്പോ അവൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? താൻ ഇനി ന്യായീകരിക്കാൻ കഷ്ടപ്പെടേണ്ട. ഒരു കാര്യം ഓർക്കണം, എല്ലാ കാലത്തും ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഓടി വരണമെന്ന് തോന്നിയാ ബന്ധുക്കളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് മാത്രമല്ല, തനിക്കും. ഒന്നിങ്ങോട്ട് വന്ന്. എങ്ങോട്ട്? ഇങ്ങോട്ട് വാ. അതെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാര്യയെ ചീത്ത പറയുന്നതേ അത്ര വലിയ ആണത്തോന്നല്ല. ഭാര്യ തന്റെ കാൽ കീഴിലാണെന്നേ മറ്റുള്ളവരെയൊക്കെ അറിയിക്കുന്നത് ഒരുതരം കോംപ്ലക്സാ. ഭയങ്കര ചീപ്പാളിയാ, ചീപ്പാ. അയ്യേ. നിന്റെ അച്ഛനും ആങ്ങളെ എന്താടി വിചാരിച്ചിരിക്കുന്നത്? എന്റെ ഭാര്യയെ എവിടെ വെച്ചും ആരുടെ മുമ്പിൽ വെച്ചും എന്തും പറയാനുള്ള അധികാരം എനിക്കുണ്ട്. നിന്റെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാനൊരു അനാഥനാണ്, അതിന്റെ കുഴപ്പമാണ്. നിന്റെ ആങ്ങളെ പറഞ്ഞതോ എനിക്ക് കോംപ്ലക്സ് ആണ്. ഞാൻ നിന്റെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ച് വരുമ്പോഴേ ഞാൻ അനാഥനല്ലായിരുന്നു. എന്റെ അച്ഛൻ മാത്രമേ മരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നീ എന്ന് എന്റെ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയോ അന്ന് എന്റെ അമ്മയുടെ ജീവനും പോയി, അറിയാലോ. അതെന്റെ ജാതദോഷം കൊണ്ടാണ്. അതെ, അത് അങ്ങനെ അല്ലാന്ന് വിശ്വസിക്കുന്നതേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രമാ. ആഹാ, കല്യാണം ഉറപ്പിക്കാൻ തിരക്കിട്ടവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നു അല്ലേ? 60 വാട്ട്സ് ഉള്ളൊരു ഫാൻ 1 മണിക്കൂർ കറങ്ങുമ്പോ എത്ര യൂണിറ്റ് കറണ്ട് ചെലവാകുന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വല്ല വിവരമുണ്ടോ? നിന്നെ പോലത്തെ ശ്രദ്ധയില്ലാത്ത പെണ്ണുങ്ങൾ കേരളത്തിൽ ഓരോ വീട്ടിലും ഉണ്ടെങ്കിൽ എത്ര യൂണിറ്റ് കറണ്ട് പാഴായി പോകുന്നത്? വീട്ടമ്മമാര് പാഴാക്കുന്ന കറണ്ടിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നുണ്ടല്ലോ. ഒരു വീട്ടമ്മ ഒരു ദിവസം ശരാശരി 25 കിലോമീറ്റർ നടക്കുന്ന ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചത്. നിങ്ങളെ കല്യാണം കഴിച്ച അന്ന് മുതൽ ആ നടത്താൻ ഞാൻ നേരെ നടന്നിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ മിനിമം ദുബായിലെങ്കിലും എത്തിയേനെ. ചെലവാക്കണ കറണ്ടിന്റെ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു. ദുബായിലോ? അതേ ലീറോടെ തന്നെ രാഷ്ട്രീയവും പറയുന്നുണ്ട് ചില മത നേതാക്കൾ. അവർ പറയുന്ന പ്രധാന കാര്യം മാർക്സിസം പഠിപ്പിക്കുന്നു എന്നതാണ്. ആകെ തന്നെയിട്ടും മാർക്സിസം കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം പ്രസക്തമാണ്. ഹലോ, ആ പാവ അലൂമിനിയം പാത്രങ്ങളെ കുത്തിയും ചതച്ച് എന്നോടുള്ള ദേഷ്യം തീർക്കണ്ട. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കാതെ എനിക്കൊരു തെറ്റ് സംഭവിച്ചു, സമ്മതിച്ചു. ഓഫീസിൽ നിന്ന് വരുമ്പോ ഭാര്യ ഉമ്മറത്ത് ഉണ്ടാവണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. അത് ഇത്ര വലിയ പാതകമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതെ, ഒരുതരം ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും ഇറക്കണ്ട. നിങ്ങളുടെ സന്തോഷമല്ലേ എന്റെ സന്തോഷം? പിന്നെ ഞങ്ങളെ ദിവസവും സന്തോഷത്തിൽ ആറാട്ടാണല്ലോ. സന്തോഷത്തിൽ ആറാടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളൊരു ടൂറിന് കൊണ്ടുപോകാൻ പോവാ. ഹലോ, നീ കേൾക്കുന്നുണ്ടോ?
2 ദിവസത്തേക്ക് എല്ലാം മാറ്റി വെച്ച് നീയും ഞാനും മോളും കൂടി ഒരു ടൂർ അങ്ങോട്ട് അടിച്ച് കലക്കാൻ പോവല്ലേ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് വർഷം 15 കുട്ടിക്ക് വയസ്സ് 14 എന്നിട്ട് ഇപ്പൊ ഒരു ടൂറ്. ശ്ശോ, എന്തൊരു കഷ്ടമാണ്. ഞാൻ ഇനി ഇവിടെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? അങ്ങോട്ട് മാറും. ഓ എന്റെ ബിന്ദു, നീ ഇതും പൊതിഞ്ഞു കെട്ടി ഇരിക്കുകയാണോ? ദേ അവരൊക്കെ പുറപ്പെട്ടു, ഞാനും മോളും ഒരുങ്ങി കഴിഞ്ഞുട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുങ്ങി കെട്ടി നിന്നാ മതി. ഇതൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മാറ, ഞാൻ ചെയ്തുതരാം. വേണ്ട, ഇതിപ്പോ കഴിഞ്ഞു. ദേ ആ ജീരകവെള്ളം ഒന്ന് കുപ്പിയിലാക്കണേ. ഓ അയ്യോ എന്താ? പയ്യേക്ക് മാറ്, ഞാൻ തന്നെ ചെയ്തോളാം. ഒന്നുമില്ല, പോ ചെല്ലേ ചെല്ലേ, ഞാൻ എടുത്തോളാം. ഓ ഓ, എന്തൊരു കഷ്ടത്. നീ ഇവിടെ എന്താ നോക്കിയിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, അമ്മയല്ല ജനലിൽ കുറ്റിയിടാൻ മോള് പറഞ്ഞത്. ഉമ്മറത്തോണ്ട് വെച്ചേ. ഇത്രയൊന്നും കെട്ടി ചുമക്കേണ്ട കാര്യമില്ല അച്ഛാ. 12 രൂപയ്ക്ക് ഒരു ബോട്ടില് വെള്ളം കിട്ടും. 12 റുപ്യക്ക് നിനക്ക് വിലയില്ലായിരിക്കാം, പക്ഷെ നിന്റെ അമ്മയ്ക്ക് എനിക്ക് അങ്ങനെയല്ല. ആ അടുക്കളയിൽ 2 കുപ്പിയും കൂടി ഉണ്ട്, മോൾ അതും കൂടി കൊണ്ടുവച്ചേ. ചെല്ലേ ചെല്ലേ ചെല്ലേ. ഈ അച്ഛന്റെ ഒരു കാര്യം. അമ്മേ, ടൂറ് പോകുമ്പോഴെങ്കിലും കുറെ നല്ല ഭക്ഷണം കഴിക്കാന്നായിരുന്നു ഞാൻ കരുതിയത്. ദാ വെള്ളം പോലും പാക്ക് ചെയ്തിരിക്കുന്നു. അതെ, 10-15 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ നിന്റെ അച്ഛൻ ടൂർ പോകുന്ന ഒരു കാര്യം പറയുന്നത്. ചെലവിന്റെ കാര്യത്തിൽ ഇത്തിരി കൺട്രോൾ ഉണ്ടായാലും കുഴപ്പമില്ലടി. കുറെ നല്ല സ്ഥലങ്ങൾ കാണാലോ. അല്ല, അമ്മ എന്താ ഈ ചെയ്യുന്ന? സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു. കുത്തിട്ടും നിൽക്കുന്നില്ല. നീ ഇതിന്റെ പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. ഈ അമ്മയുടെ ഒരു കാര്യം. ആ ജീരക വെള്ളം കൊണ്ട് വരാന്തേ വെക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് കുത്തിയിരിക്കുക. കൊണ്ടുവച്ചങ്ങോട്ട്. ഇതെന്താ ഇത്? നന്നായിട്ടില്ലേ? എനിക്ക് വയ്യ. ഇതാരെ കാണിക്കാനാ നീ ഇത്ര നല്ല സാരി കൊടുത്തോണ്ട് ഇറങ്ങുന്നത്? ദേ കൂടെയുള്ളവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാ. എന്നാൽ ഒരു സ്ഥലത്തേക്ക് പോവല്ലേ? എന്റെ ബിന്ദു, വണ്ടി കയറിയിരുന്നതാ ഇത്രയും അല്ലതാ ഇത്രയല്ലേ പുറത്ത് കാണൂ. വീഗാലാൻഡിൽ ചെന്നാലോ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ. ആന്ധ്ര, കർണാടക, ഒറീസ, ബീഹാർ, കൊടൈക്കനാലാണെങ്കിൽ മുഴുവൻ തമിഴന്മാരാ. ഒരാള് പോലും നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല. പിന്നെ ആരെ കാണിക്കാനാ നീ ഇങ്ങനെ കെട്ടി ഒതുങ്ങി ഇറങ്ങുന്നത്? ഇതൊരു മാതിരി ചെന്നൈ കുമരൻ സിൽസിന്റെ പരസ്യം പോലെ. അവരെത്തി, നീ ഇനി വേറെങ്ങി. മോളെ, വണ്ടി വന്നു. എനിക്ക് വയ്യന്റെ ഈശ്വര. സുഗുണ സാറേ, അയ്യോ, നമസ്കാരം ചാക്കോച്ച. എന്താ സുഗുണ സാറേ ഇതുവരെ റെഡി ആയില്ലേ? നമ്മൾ എപ്പോഴേ റെഡി. മിസ്സസ് റെഡി ആയില്ലേ? അല്ല, മിസ്സസ് ഈ സാരി മാറ്റിക്കൊണ്ട് ഇപ്പൊ വരും. എന്തോ ഇതെന്താ ലിസാമ്മയെ കാണുന്നത്? ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സിമ്പിളാ. കറക്റ്റ്. പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഹാരം ചാർത്തിയ പോലുണ്ട് സാറുകാര്. ബിന്ദു, എത്തി. അയ്യേ, ഇതെന്ത് വേഷാണ് ബിന്ദു? ഇത്ര മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ സാരിയാണ് ഉടുത്തത്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നല്ലത് ഉടുത്തൂടെ? അതെ ചേച്ചി, വണ്ടി കയറി ഇരുന്നാലേ പുറത്തേക്ക് ഇത്രയല്ലേ കാണുള്ളൂ. ബിന്ദു, വീഗാലാൻഡിൽ ചെന്നാലോ എല്ലാം പല നാട്ടിലെ ആളുകളാ. ആന്ധ്ര, കർണാടക, പഞ്ചാബ്, ഒറീസ, പിന്നെ കൊടൈക്കനാല്. അവിടെ ആണെങ്കിൽ മുഴുവൻ തമിഴന്മാരാ. ഒരാളും നമ്മളെ തിരിച്ചറിയാൻ പോണില്ല. പിന്നെ ആരെ കാണിക്കാനാ ഇങ്ങനൊക്കെ കെട്ടി ഒരുങ്ങുന്നത്? ഒരുമാതിരി ചെന്നൈ കുമരൻ സിൽസിന്റെ പരസ്യം പോലെ അല്ലേ സുഗുണേട്ടാ? ലേശം കൂടി നല്ലത് ഉടുത്തോളാം ഞാൻ പറഞ്ഞതാ. പിന്നെ ചേച്ചി, ചേച്ചി കല്യാണത്തിന് വന്നില്ലല്ലോ. ഇതാണ്. മനസ്സിലായി. വെറ്റിയല്ലേ? അയ്യോ, പെറ്റിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബിറ്റി ബിറ്റി. ഓ പേരാ. ഇവിടെ അല്ല, അവിടെ. എന്താ അവിടെ? ഇങ്ങോട്ട് ചെല്ല്. ബാക്കിലോട്ട്. ഇത് ബാക്കിൽ. ബാക്കിലോട്ട് വാ. എന്റെ ബിന്ദു, ഞാൻ അവിടെ പോയി ഇരിക്കുന്നോണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെന്ത് വെറുതെ മനുഷ്യനെ മൂടോട്ടാക്കാൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഓവർസിയറാണ്, പോസ്റ്റേ കയറുന്നവരാണ്, കുഴിക്കാത്തിറങ്ങുന്നവരാണെന്നുള്ള വ്യത്യാസം ഇനി നമ്മൾക്കുള്ളിലില്ല. നമ്മളെല്ലാം മാക്സിമം എൻജോയ് ചെയ്യുന്നു. എന്താ ചാക്കോച്ച? നമുക്കെല്ലാവർക്കും മാക്സിമം എൻജോയ് ചെയ്യാം. 2 തെക്ക് അതിൽ കൂടുതലാണെന്ന് അറിയാലോ. സോറി, ഞാൻ അലമ്പാക്കല്ലേ, എന്റെ സ്വന്തം സഹോദരി പോലെ കരുതിക്കോണം. ഓക്കെ. എന്റെ സഹോദരിക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്നൊത്തു. മോനെ വേഗം. മോനെ,
കഴിച്ചേ എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. വേണ്ട, അത് എനിക്കുള്ളതാ. ആഹാ. ഏയ്, cheers.